ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങളുടെ സഞ്ചയൻ എന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സ്മൃതി എന്ന ലെസണാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീരാം ശർമ്മയുടെ സ്മൃതി എന്ന ലെസൺ. അതിൽ നമ്മൾ ലേഖകൻ ശ്രീരാം ശർമ്മയും അദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടി ഒരു ഗ്രാമത്തിന് വെളിയിൽ കളിക്കാൻ പോയതും അവിടെ നിന്ന് വീട്ടിലേക്ക് ചെല്ലാൻ സഹോദരൻ്റെ മെസ്സേജ് ഒരാൾ നൽകിയതും അത് കേട്ട് വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ കൊടുത്തു വിട്ടതും അവിടെ നിന്ന് കത്ത് പോസ്റ്റ് ചെയ്യാൻ പോയിട്ട് അവർ സാധാരണ സ്കൂളിൽ പോകുമ്പോൾ ചെയ്യുന്ന പോലെ ഗ്രാമത്തിന് വെളിയിൽ ഉള്ള ഒരു കിണറിൻ്റെ അടുത്ത് പോയി എല്ലാ ദിവസവും അതിനകത്ത് ഒരു പാമ്പ് കിടപ്പുണ്ട്, അതിനെ കല്ല് എറിയുന്ന പരിപാടി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്തു, തൊപ്പിയുടെ അകത്ത് വെച്ചിരുന്ന 3 കത്തുകളും എങ്ങോട്ട് വീണു, കിണറ്റിനുള്ളിലേക്ക് വീണു. അപ്പോൾ ഇനി എന്ത് ചെന്ന് പറയും? കത്ത് പോസ്റ്റ് ചെയ്തെന്ന് പറയണോ, അതോ കത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെ പോയി എന്ന് പറയണോ, എന്ത് പറയണമെന്ന് അറിയാത്ത വിഷമത്തിൽ രണ്ടുപേരും ഇരുന്ന് കരയുകയാണ്. എന്നിട്ട് ഇനി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. പേജ് നമ്പർ 12. ദൃഢ സങ്കല്പ സേ ദുവിധാ കി ബേഡിയ കട്ട് ജാത്തി ഹെ. ചിലപ്പോൾ നമുക്ക് ചില ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള മൊമെൻറ്റ്സിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ചില നല്ല ഹാർഡായിട്ടുള്ള ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കും. നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യും അല്ലേ. അപ്പം അതേപോലെ ഇവിടെയും ഞാൻ ദൃഢസങ്കല്പം, എൻ്റെ ഒരു പെട്ടെന്ന് എനിക്കൊരു ഇത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തു. എന്താണ്? മേരി ദുവിധാ ഫി ദൂർ ഹോ ഗയി, കുയേ മേ ഘുസ്കർ ചിട്ടിയോ കോ നിക്കാൽനെ കാ നിശ്ചയ കിയ. ഞാൻ ഈ എൻ്റെ ദുവിധ മീൻസ് സംശയം, എൻ്റെ സംശയമൊക്കെ മാറി. വീട്ടിൽ ചെന്ന് പറയണോ, അതോ പോസ്റ്റ് ചെയ്തെന്ന് പറയണോ, അതോ കിണറ്റിൽ പോയെന്ന് പറയണോ, എന്ത് ചെയ്യണമെന്നറിയാനുള്ള സംശയമൊക്കെ മാറി. ഒരു ദൃഢതീരുമാനം, ദൃഢനിശ്ചയം ഞാൻ എടുത്തു. എന്താണ്? കുയേമേ ഘുസ്കർ ചിട്ടിയോ നിക്കാൽനേക്കാ നിശ്ചയിക്കുക. കിണറ്റിലിറങ്ങി കത്തുകൾ എടുക്കുക തന്നെ. നേരത്തെ പറഞ്ഞു കിണറ്റിൽ പഴയ കിണറാണ്, പാമ്പ് കിടപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും കിണറ്റിലിറങ്ങി കത്തെടുക്കാമെന്ന് തീരുമാനിച്ചു. ഇതിനാ ഭയങ്കര നിർണയിത, എത്ര ഹാർഡായിട്ടുള്ള ഡിസിഷനാണ് അല്ലേ. ഭയങ്കര എന്താണ് ആ തീരുമാനം, ഭയങ്കര സ്ട്രോങ് ആണ് തീരുമാനം. അത് എങ്ങനെയാണെന്ന് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു തീരുമാനമാണ്. പർ ജോ മർനേക്കോ തയ്യാർ ഹോ ഉസേ ക്യാ. എന്താ കാര്യം? ഇത് ഭയങ്കരമായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള തീരുമാനമാണ്, ഹാർഡാണ്. പക്ഷേ മരിക്കാൻ പോകുന്നവന് ഇതിനെന്ത് കാര്യം? ലേഖകന്റെ മനസ്സിലെ ചിന്ത എന്താണ്? എന്തായാലും വീട്ടിൽ ചെന്നാൽ അടികൊണ്ട് ചാവും, അതിനേക്കാളും ഭേദം ഇതാണ്, അടികൊണ്ട് തല്ലുകൊണ്ട് പൊട്ടുന്നതിനേക്കാളും ഭേദം ഇതാണെന്നൊരു തീരുമാനം മനസ്സിലങ്ങ് എടുത്തു. മൂർഖത അഥവാ बुद्धिमत्ता से किसी काम को करने के लिए कोई मौत का मार्ग ही स्वीकार कर ले. അപ്പോൾ ഒന്നെങ്കിൽ ഫൂളിഷ്നെസ് കൊണ്ട്, നമുക്ക് ചിലപ്പോൾ വിഡിത്തം കൊണ്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധി കൂടുതൽ കൊണ്ട്, നമ്മൾ കൂടുതൽ ഇൻ്റലിജൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് മരണം സംഭവിക്കാമെന്നാണ് പറയുന്നത്. കിസി കാം കോ കർനെ കെ ലിയെ കോയി മൗത്ത് കാ മാർഗ് ഹി സ്വീകാർ കർ ले और वह भी जानबूझकर तो फिर अकेला संसार से पिटने को तैयार हो जाता है और फल उसे फल की क्या चिंता है, फल तो किसी दूसरी शक्ति पर निर्भर है. അതായത് ചിലപ്പോൾ നമ്മുടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. ചിലപ്പോൾ അത് ശരിയാവും, ചിലപ്പോൾ അത് തെറ്റാവും. എന്തായാലും ഇത് ചില ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ചില തീരുമാനങ്ങൾ അങ്ങനെ എടുത്തേ പറ്റൂ എന്ന് തോന്നി. उस समय चिट्टियां निकालने के लिए मैं विषधर से पिड़ने को तैयार हो गया. എന്തായാലും ആ സമയത്ത് ഞാൻ ആ കത്തുകൾ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട്, കത്തുകൾ എടുക്കാൻ വേണ്ടി ആ പാമ്പിനെ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ആ പാമ്പിനെ നേരിടാൻ തീരുമാനിച്ചു. പാസാ ഫേങ്ക് ദിയാ ഥാ മൗത്ത് കാ ആലിംഗൻ ഹോ അഥവാ സാംസെ വെച്ചുകർ ദൂസരാ ജൻ ഇസ്കി കോയി ചിന്താ നഥി. ഒന്നെങ്കിൽ കിണറ്റിൽ തന്നെ മരിച്ചു വീഴാം, പാമ്പ് കടി ഏറ്റ് കിണറ്റിൽ മരിച്ചു വീഴാം. അതല്ലെങ്കിൽ രക്ഷപ്പെട്ട്, പാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു 2ാം ജന്മം, ഒരു പുനർജന്മം ഉണ്ടാവും. എന്തായാലും ഒരേപോലെയാണ്. ഇപ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഇല്ല, കിണറ്റിലിറങ്ങണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. പർ വിശ്വാസ് യഥാക്കി ഡണ്ടേസെ സാംകോ പഹലെ മാർദൂണ്ട. പക്ഷെ എൻ്റെ വിശ്വാസം എന്തായിരുന്നു? ആദ്യം ഈ കയ്യിരിക്കുന്ന വടി കൊണ്ട് പാമ്പിൻ്റെ കഥ കഴിക്കണം. പല പാമ്പുകളുടെയും കഥ കഴിച്ചിട്ടുള്ള വടിയാണ് കയ്യിലുള്ളതെന്ന് നേരത്തെ പറഞ്ഞു അല്ലേ. പല പാമ്പുകൾക്കും ആ ദണ്ട് നാരായൺ വാഹൻ കോച്ചുക്കാത്തെന്നാണ് പറഞ്ഞത്. അതായത് അതിൻ്റെ ജീവൻ എടുക്കാനുള്ള ദണ്ടായിട്ട് മാറിയിട്ടുണ്ട്. ലേഖകൻ ഇവിടെ പറയാണ്, എന്താ പറയുന്നത്? ഒന്നെങ്കിൽ ഈ വടി കൊണ്ട് ആദ്യം തന്നെ ആ പാമ്പിനെ തല്ലിക്കൊല്ലാം. പർ തബ് ഫിർ ചിട്ടിയോ ഉദാലുങ്ക. പിന്നീട് കത്തും എടുത്തുകൊണ്ട് മുകളിലേക്ക് വരാം.
ബസ് ഇസി ദൃഢവിശ്വാസ് കെ ബൂത്തെ പർ മേനെ കുയേ മേ ഘുസ്നെ കി ഠാനി. ഇങ്ങനെ ഞാൻ ഈ ദൃഢനിശ്ചയത്തോടുകൂടി കിണറ്റിൽ ഇറങ്ങാൻ തുടങ്ങി. ഛോട്ടാ ഭായി രോത്താ ഥാ, എൻ്റെ സഹോദരൻ, എൻ്റെ കുഞ്ഞനുജൻ കരയുന്നുണ്ടായിരുന്നു. और उसके रोने का तात्पर्य था कि मेरी मौत मुझे नीचे बुला रही है. അതായത് അവൻ കരയാനുള്ള കാര്യം എന്താ, എൻ്റെ മരണം ഇപ്പം നടക്കും, കാരണം കിണറ്റിലേക്ക് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് പാമ്പ് കടിയേറ്റ് ഞാൻ ചിലപ്പോൾ മരിച്ചു പോകാം. അതാണ് അവൻ്റെ കരച്ചിലിന് കാരണം. യദ്യപി ബഹു ശബ്ദോംസേ ന കത്താത, പക്ഷേ അവനത് വാക്കുകൾ കൊണ്ട് പറയുന്നില്ല, ചേട്ടാ ചേട്ടനെ പാമ്പ് കടിച്ച് കൊല്ലും, അതുകൊണ്ട് കിണറ്റിൽ ഇറങ്ങണ്ട എന്നവൻ പറയുന്നില്ല. അവൻ മിണ്ടാതെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. वास्तव में मौत सजीव और नग्न रूप में कुएं में बैठी थी. അതായത് ശരിക്കും പറഞ്ഞാൽ മരണം എന്താണ്, നേരെ കാണാൻ പറ്റുന്ന രൂപത്തിൽ കിണറ്റിലിരിക്കുകയാണ്. മരണത്തെ കാണാം. ഏത് രൂപത്തിലാണ് മരണം ഇരിക്കുന്നത്? പാമ്പിന്റെ രൂപത്തിൽ കിണറ്റിലിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. पर उस नग्न मौत से मुखफेड़ के लिए मुझे भी नग्न होना पड़ा. പക്ഷേ ആ നഗ്നനായ മരണത്തെ കൊല്ലാൻ എനിക്കും എന്താണ് നഗ്നനായിട്ട്, അതായത് എനിക്കും പേടിയൊന്നുമില്ല. നഗ്നത മീൻസ് എന്താ, ഒരു പ്രത്യേകിച്ച് കവചങ്ങളൊന്നുമില്ലാതെ, എനിക്ക് ഭയത്തിന്റെ ആവരണമൊന്നുമില്ലാതെ ഇറങ്ങേണ്ടതായിട്ട് ഉണ്ട് എന്ന് പറയുകയാണ്. छोटा भाई भी नंगा हुआ. एक धोती मेरी, एक छोटे भाई की, एक चने वाली, 2 कानों से बंधी हुई धोतियां, 5 धोतियां और कुछ रस्सी मिलाकर कुएं की गहराई के लिए काफी हुई. हम लोगों ने धोतियां एक दूसरी से बांधी और खूब खींच खींच कर आजमा लिया कि गांठें कड़ी है या नहीं. അതായത് എന്താണ്, എനിക്ക് ഇവരുടെ കയ്യിൽ പറഞ്ഞു ചെവി അടച്ചു കെട്ടാനായിട്ട് 2 തോർത്തുകൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവർ ഉടുത്തിരിക്കുന്ന ധോത്തി മുണ്ടില്ലേ, അതുണ്ട്. അപ്പൊ ലേഖകൻ പറയാണ്, എന്ത് ചെയ്തു, 2 പേരും എന്താ ചെയ്തത്, അത് എടുത്തിട്ട് കെട്ടി. ഇങ്ങനെ നമ്മൾ സാധാരണ പൊക്കത്തിൽ നിന്നൊക്കെ താഴോട്ടിറങ്ങാൻ റോപ്പ് ഒക്കെ ഇട്ടിറങ്ങാറില്ലേ, അതുപോലെ മുണ്ടിന്റെ അറ്റം ഇങ്ങനെ മറ്റേ എണ്ണത്തിൽ കെട്ടി ഇങ്ങനെ താഴേക്ക് ഇറക്കി, കിണറ്റിലേക്ക് ഇറക്കി അതിൽ ഇറങ്ങാനായിട്ട് തുടങ്ങി. अपनी ओर से कोई धोखे का काम न रखा. धोती के एक सिर पर डंडा बांधा और उसे कुएं में डाल दिया. എന്നിട്ട് ആ തോർത്തിന്റെ ഒരറ്റത്ത്, ആ മുണ്ടിന്റെ ഒരറ്റത്ത് കമ്പ് കെട്ടിയിട്ട് അത് കിണറ്റിലേക്ക് ഇട്ടു. और एक धोती छोटे भाई को, एक चने वाली, 2 कानों से बंधी हुई धोतियां, 5 धोतियां और कुछ रस्सी मिलाकर कुएं की गहराई के लिए काफी हुई. അതായത് അവർ 5 മുണ്ടുകളാണ് എടുത്തത്. ഒന്ന് 2 പേരും ഉടുത്തിരുന്ന മുണ്ടുകൾ, പിന്നെ 2 പേരുടെയും ചെവിയും തലയും ഒക്കെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ മൂടി വെച്ചിരുന്നത്, ഒരെണ്ണം അമ്മ കടല പൊതിഞ്ഞു കൊടുത്തത്, വഴി കഴിക്കാനായിട്ട് പൊതിഞ്ഞു കൊടുത്തു വെച്ചിരുന്ന തുണി. അപ്പൊ ഇതെല്ലാം കൂടെ കെട്ടി എത്തിയപ്പോഴേക്കും കിണറ്റിന്റെ അകത്തേക്ക് അത്രയും ദൂരം എത്തിക്കഴിഞ്ഞു, അത്രയും നീളമുള്ള കയറായിട്ടത് മാറി. അപ്പൊ ഒരറ്റത്ത് വടി കെട്ടിയിട്ട് അത് കിണറ്റിലേക്ക് നിക്ഷേപിച്ചു. अपनी ओर से कोई धोखे का काम न रखा. धोती के एक सिरे पर डंडा बांधा और उसे कुएं में डाल दिया. दूसरे सिरे के डेंग वह लकड़ी जिस पर चरस पुर टिकता है के चारों ओर एक चक्कर देकर और एक गांड लगाकर छोटे भाई को दे दिया. छोटे भाई केवल 8 वर्ष का था, इसलिए धोती को डेंग से कड़ी करके बांध दिया और तब उसे खूब मजबूती से पकड़ने के लिए कहा. मैं कुएं में धोती के सहारे घुसने लगा. എന്താ ചെയ്തത്, ഒരു അറ്റം സഹോദരന്റെ കയ്യിൽ, ഒരറ്റം സഹോദരന്റെ കയ്യിൽ കൊടുത്തു, മറ്റേ അറ്റം കിണറ്റിലേക്ക് വടിയുമായിട്ട് ഇട്ടു. എൻ്റെ അനുജനാണെങ്കിലോ കേവലം 8 വയസ്സുള്ള കുട്ടിയാണ്. इसलिए धोती को डेंग से कड़ी करके बांध दिया और तब उसे खूब मजबूती से पकड़ने के लिए कहा. मैं कुएं में धोती के सहारे घुसने लगा. എന്നിട്ട് മുണ്ടിൽ പിടിച്ച് ഞാൻ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. छोटा भाई रोने लगा. എൻ്റെ അനുജൻ കരയാൻ തുടങ്ങി. मैंने उसे ആശ്വാസം ദിലായ. ഞാൻ അവനെ ആശ്വസിപ്പിച്ചു, പേടിക്കണ്ട, ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് കത്തും എടുത്തുകൊണ്ട് കയറി വരാമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. मैं कुएं के नीचे पहुंचते ही सांप को मार दूंगा. ഞാൻ കിണറ്റിനുള്ളിൽ ചെന്ന ഉടനെ പാമ്പിനെ തല്ലിക്കൊല്ലാം. और मेरा विश्वास भी ऐसा ही था. എൻ്റെ വിശ്വാസവും അങ്ങനെ തന്നെയായിരുന്നു. കിണറ്റിലിറങ്ങിക്കഴിഞ്ഞാൽ പാമ്പിനെ ഞാൻ തല്ലിക്കൊല്ലും എന്ന് തന്നെയായിരുന്നു വിശ്വാസം. കാരണം ഇത് താക്കി इससे पहले मैंने अनेक सांप मारे थे. കാരണം എന്താണ്, ഇതിനു മുമ്പ് പലതവണയായിട്ട് ഞാൻ ഒരുപാട് പാമ്പുകളെ കൊന്നിട്ടുണ്ട്. इसलिए कुएं में घुसते समय मुझे सांप का तनिक भी भय न था.
അതുകൊണ്ട് കിണറിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു തുള്ളി പോലും ഭയം എനിക്ക് തോന്നിയില്ല. പാമ്പിനെ ഒരു തുള്ളി പോലും ഭയം എനിക്ക് തോന്നിയില്ല. ഉസ്കോ മാർന മേ ബായേ ഹാത്ത് കാ ഖേൽ സമജ്താ താ. ഇതൊക്കെ എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ബായേ ഹാത്ത്, എൻ്റെ ഇടത് കൈ കൊണ്ടുള്ളൊരു എന്താണ് പ്രയോഗം, അല്ലെങ്കിൽ ഒറ്റ അടിമതി. എനിക്കിതൊക്കെ ഒരു ചെറു വിരൽ അനക്കാൻ പോലുമില്ല. അത്രയുമാണ് എനിക്ക് ആ പാമ്പിനെ കൊല്ലുന്നതിനെ കുറിച്ച് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. പേജ് നമ്പർ 12. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് വായിക്കുക, ലെസൺ വായിക്കുക. എല്ലാ ദിവസവും ടെക്സ്റ്റ് ബുക്കിൽ ഒരു പേജെങ്കിലും വായിച്ചിരിക്കണം. ഓക്കെ, ലെസണിൽ അന്നന്ന് മിസ് പഠിപ്പിക്കുന്ന പാഠങ്ങൾ അന്നന്ന് തന്നെ വായിച്ചു തീർക്കുക. ഇന്ന് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.